ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ആക്സസ് 125 ആണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. പക്ഷേ ഉണ്ടോ, ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും, പക്ഷേ കൈ കൊടുക്കുമ്പോൾ നിന്ന് പോകും. അതുപോലെ തന്നെ മിസ്സിങ്ങുമാണ്. കൈ കൊടുക്കുമ്പോഴത്തേക്കും നിന്ന് പോകും. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആക്സസിൻ്റെ ഇവിടെ അഴിച്ച് നമ്മുടെ ബോഡിയെല്ലാം അഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ വളരെ മോശമായൊരു കണ്ടീഷനിലാണ്. പിന്നെ ഈ ആക്സസ് 125 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിന് എവിടെയെങ്കിലും ഒരു ഹോളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ റേസ് ചെയ്താൽ നിന്ന് പോകും. പിന്നെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ പൈപ്പിനകത്ത് ഇതുപോലൊരു എയർ കയറുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യാനുള്ളൊരു വാൽവുണ്ട്. ഈ വാൽവ് എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി റണ്ണിങ്ങിൽ ഇവിടുത്തെ ഈ ലോക്ക് ഊരിപ്പോകും. ഈ ലോക്ക് ഊരിപ്പോയി കഴിയുമ്പോൾ ഇത് നേരെ റോഡിൽ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഫിൽറ്ററിൻ്റെ ഈ ബീഡിങ് ഉണ്ട്. ഈ ബീഡിങ് കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ആയിരിക്കണം. ഇതിനകത്തുനിന്ന് വെളിയിൽ നിന്ന് ഒരു ഔട്ടർ ഇതിനകത്തുനിന്ന് വലിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ഇതുപോലെ മിസ്സിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ വണ്ടിയുടെ കാർബറേറ്ററും ട്യൂൺ ചെയ്ത് എയർ ഫിൽറ്ററിൻ്റെ സ്ക്രൂ എല്ലാം നല്ല കറക്റ്റായിട്ട് ഇട്ട്, പിന്നെ ഇവിടെ ആ ബീഡിങ് കണ്ടില്ല നേരത്തെ, ആ ബീഡിങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ശരിയാക്കി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഇപ്പം ആക്സസ് 125 ഉള്ളവർ മെയിനായിട്ട് ഇതുപോലെ ഈ വാൽവിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിനകത്ത് നിന്ന് വരുന്നൊരു വാൽവ് എയർ കൺട്രോളറുണ്ട്. ആ ചെറിയൊരു പൈപ്പ് പോയിരിക്കുന്നത്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാകുമ്പോഴത്തേക്കും വണ്ടിക്ക് വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് വല്ല കീഴ്ത്തിയോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വണ്ടിയായിട്ട് വീണ്ടും കാണാം.